ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു മാക്സിമം ഒരു 10-13 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. ഈ ഡിഷിന് ഞാനിട്ടിരിക്കുന്ന പേരാണ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് എന്നുള്ളത്. കാരണം ഈ റെസിപ്പി എവിടെയെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഡിഷ് എവിടെയെങ്കിലും കഴിച്ചിട്ടോ അല്ല ഇത് ഉണ്ടാക്കിയത്. പല റെസിപ്പീസ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണിത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. ഒരു ഇന്ത്യൻ ചൈനീസ് ഫ്ലേവേഴ്സിൻ്റെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് ചിക്കൻ ബോൺലെസ് സ്ട്രിപ്സ് ആണ്. ചിക്കൻ്റെ ബോൺലെസ് പീസസ് ഇതുപോലെ ഒരു 1.5-2 ഇഞ്ച് നീളമുള്ള സ്ട്രിപ്സായിട്ട്, വീതി കുറഞ്ഞ സ്ട്രിപ്സായിട്ട് വേണം മുറിച്ച് വയ്ക്കുക. ഇങ്ങനെ നേരെ സ്ട്രിപ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൽ ചിക്കൻ മാത്രമല്ല, നമ്മൾ വെജിറ്റബിൾസും എല്ലാം ഇതുപോലെ നീളത്തിലുള്ള സ്ട്രിപ്സായിട്ടാണ് അരിയുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ. ഇനി ഈ മീറ്റ് മസാല പൗഡറിന് പകരം ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ആ മസാലയുടെ ഒരു ഫ്ലേവർ ഇങ്ങനെ കയറി നിൽക്കും. പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതെല്ലാം ചിക്കനിൽ പിടിക്കാനായിട്ടൊന്ന് വെക്കണം. അപ്പോൾ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് 1 കപ്പ് സവാള, അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ്, അതും നീളത്തിൽ അരിഞ്ഞത്, 1/2 കപ്പ് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, 1/2 കപ്പ് ബീൻസ്, അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 1/2 കപ്പ് നീളത്തിൽ അരിഞ്ഞ ക്യാബേജ്, 1/2 കപ്പ് തക്കാളി നീളത്തിൽ അരിഞ്ഞത്, അത് അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ നല്ലത്. പിന്നെ വേണ്ടത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻസ്, അതൊരു 1/4 കപ്പ്. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ക്യാബേജും ഒന്ന് ആവിയിൽ ഒന്ന് പകുതി വേവിച്ചെടുക്കണം. നല്ല ആവിയിൽ ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോവേവിലാണെങ്കിൽ ഒരു 700 വാട്ട്സിൽ 1 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അടുത്തത് നമുക്ക് എടുത്തു വെക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള 3 സോസ്, അതായത് ടൊമാറ്റോ സോസ്, സോയ സോസ്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ്. ഈ 3 സോസും ഒരു 2 ടീസ്പൂൺ വെച്ചിട്ട് എടുത്ത് വെക്കണം. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി. ഇത്ര ആയപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഈ ചിക്കൻ്റെ ഒക്കെ കളർ ഒരു ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ വഴറ്റണം. കൂടുതൽ സമയം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്ര ഫ്ലെയിം കുറയുവാണെങ്കിൽ ചിക്കൻ ഇത്ര റബ്ബറി ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോസിൻ്റെ ടേസ്റ്റും ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി ഒരിക്കലും മാച്ച് ആവില്ല. അപ്പോൾ അത്ര നല്ല രുചിയായിരിക്കില്ല കിട്ടുന്നത്. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റോളം മതിയാവും. കാരണം ഒന്നാമത് നമ്മളിത് ചെറിയ സ്ട്രിപ്സ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഒരുവിധം നല്ല ഫ്ലെയിമിലാണ് നമ്മൾ എപ്പോഴും വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്രോവേവിൽ ഈ ചിക്കൻ പീസസ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്താൽ, അതായത് ഒരു 700 വാട്ട്സിൽ ഒരു 1-1.5 മിനിറ്റ് വേവിക്കുവാണെങ്കിൽ ഈ ഡിഷിൻ്റെ കുക്കിംഗ് ടൈം ഇതിലും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട്.
ഇപ്പോൾ ഇതൊരു മുക്കാൽ ഫ്രൈ എന്നൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റണം. സവാള അധികം വഴറ്റാൻ പാടില്ല, കാരണം കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ സവാളയുടെ ആ ഒരു ക്രിസ്പിനെസ് പോവും. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന പകുതി വേവിച്ച ബീൻസും ക്യാരറ്റും ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വെറുതെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതി, കാരണം ക്യാപ്സിക്കം വേവാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ വെജിറ്റബിൾസിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്. ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ മാക്സിമം ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ സോസിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് എല്ലാം ആ വെജിറ്റബിൾസിലും ചിക്കനിലും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അനിയൻസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഇൻഡോ ചൈനീസ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ മാത്രമല്ല, അപ്പം ആയാലും ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് ആയാൽ പോലും ഇത് അതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ട്രൈ ചെയ്യാൻ തോന്നുന്നുള്ളത് ഉറപ്പാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ വിത്ത് വെജിറ്റബിൾസിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.